സോ ഹൈ ഫ്രണ്ട്സ്, ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ് ഫ്രീ പാത്ത് IASന്റെ സിവിൽ സർവീസ് ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിലബസ് ഡീകോഡിംഗ് ആണ് കണ്ടത്. അതിൻ്റെ ചെറിയൊരു ഭാഗം പൂർത്തിയാക്കാനുണ്ട്. അപ്പോൾ അത് പൂർത്തിയാക്കിയിട്ട് നമ്മൾ നെക്സ്റ്റ് സെഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് ഏരിയയിലേക്ക് പോവുകയായിരിക്കും. ഓക്കെ, സോ നമ്മൾ കണ്ടത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂട്ടേഴ്സ് ആൻഡ് കോൺട്രിബ്യൂഷൻസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ കൺട്രി ഇൻ ഫ്രീഡം സ്ട്രഗിൾ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ഫ്രീഡം സ്ട്രഗിൾ അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനം, സ്വതന്ത്ര സമര പ്രസ്ഥാനങ്ങളുടെ പല രീതിയിലുള്ള ഫേസ്, ഇപ്പോൾ ഗാന്ധിയൻ ഫേസ് ആയിക്കോട്ടെ, റവല്യൂഷണറി ഫേസ് ആയിക്കോട്ടെ, അതിൻ്റെ കാലഘട്ടമൊക്കെ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു പറഞ്ഞു പോയി. അപ്പോൾ അതിൽ തന്നെ സ്റ്റേജസ് ആണ് ഞാനത് കൃത്യമായിട്ട് കുറിച്ചത് ഓരോ കാലഘട്ടത്തിലൂടെ. ഇവിടെ ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂട്ടേഴ്സ് ആൻഡ് കോൺട്രിബ്യൂഷൻസ് അതൊരു കീവേഡാണ്. കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ആക്ച്വലി പേഴ്സണാലിറ്റീസ്, വ്യക്തികളെയാണ് എന്ത് ചെയ്യുന്നത് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ സമരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ആളുകളെ എന്ത് ചെയ്യും, ചരിത്രത്തിൽ നോട്ട് ചെയ്യപ്പെടും. അവർ നമുക്ക് പഠിക്കേണ്ടിയും വരും. സ്വാഭാവികമായിട്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതാണ് കോൺട്രിബ്യൂട്ടേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ വ്യക്തികളെയാണ്. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളാണെന്നാണ് പറയുന്നത്, വേരിയസ് പാർട്സ് ഓഫ് ദ കൺട്രി. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം പല സ്ഥലങ്ങളിലും ദേശീയ പ്രസ്ഥാനം എന്ത് ചെയ്യുന്നുണ്ട്, ഉറവെടുത്തിട്ടുണ്ട്. അതിൻ്റെ ചുക്കാൻ പിടിച്ച ഒരുപാട് നേതാക്കളുണ്ട്. അപ്പോൾ ആ ലീഡേഴ്സ് മാത്രമല്ല, അതിൽ പ്രധാന പങ്ക് വഹിച്ച എല്ലാവരെയും തന്നെ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ സിലബസിൻ്റെ ഭാഗമാണ്. പിന്നെ അവർ നൽകിയ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്? കോൺട്രിബ്യൂഷൻസ് ഓക്കെ, അതിപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടികളാവാം, സംഘടനകളാവാം, ആശയങ്ങളാവാം, എന്ത് വേണമെങ്കിലാവാം. അപ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻസ് ആ ഫ്രീഡം സ്ട്രഗിളിൽ എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം. അപ്പോൾ അത് പഠന വിഷയമാക്കണം. ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള സിലബസ് ഉണ്ട്. അപ്പോൾ ഈ സിലബസ് ഇതാണ് നമ്മളോട് എന്ത് ചെയ്യുന്നത്, പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പഠിക്കാനായിട്ട്. ഇനി നമ്മൾ സിലബസ് നോക്കി. അപ്പോൾ ഇതാണ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിക്കേണ്ടത്, ഇതാണ് ഇന്ന കാലഘട്ടം മുതൽ ഇന്ന കാലഘട്ടം വരെയാണെന്ന് നിങ്ങൾ എന്ത് ചെയ്തു, മനസ്സിലാക്കി. ഇനി അടുത്തത് ബേസിക് റഫറൻസ് മെറ്റീരിയൽസ്. ഒരു ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾ ഞാൻ പറയുന്ന കുറച്ച് സംഭവങ്ങളുടെ ആവശ്യമില്ല. അതല്ല, പുതിയതായിട്ട് എന്ത് ചെയ്യുന്നു, സിവിൽ സർവീസിലേക്ക് കിടക്കുന്നു, അല്ലെങ്കിൽ പുതിയതായിട്ട് പഠിച്ചു തുടങ്ങുന്നു, ഹിസ്റ്ററിയിൽ വലിയ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല എങ്കിൽ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിക്ക് റഫറൻസ് മെറ്റീരിയൽ എന്ന് പറയുന്നത് 8ാം ക്ലാസ് NCERT CBSE ക്ലാസ്സിലെ 8ാം ക്ലാസ് NCERTയിലെ ഈ പറഞ്ഞിരിക്കുന്ന ഈ പുസ്തകം അവർ പാസ്റ്റ് 3. ഓക്കെ, സോ അവർ പാസ്റ്റ് 3 എന്ന് പറയുന്ന പുസ്തകം കംപ്ലീറ്റ്ലി മോഡേൺ ഇന്ത്യയാണ് സൂചിപ്പിക്കുന്നത്. 6ാം ക്ലാസ്സിലെ NCERT ആൻഷ്യൻ ഹിസ്റ്ററിയാണ്. 7ാം ക്ലാസ്സിലെ NCERT മിഡീവൽ മധ്യകാല ഇന്ത്യയാണ്. അതേപോലെ തന്നെ 8ാം ക്ലാസ്സിലെ ഈ പോർഷൻ അല്ലെങ്കിൽ അവർ പാസ്റ്റ് 3 എന്ന് പറയുന്നത് ആധുനിക ഇന്ത്യ അഥവാ മോഡേൺ ഇന്ത്യ, യൂറോപ്യൻസിൻ്റെ വരവും അതിനോടുള്ള ആ ബ്രിട്ടീഷ് പോളിസീസും എല്ലാം കൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, തുടങ്ങുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബേസിക് റെഫറൻസ് ആണ്. നമുക്കൊരു ഐഡിയ കിട്ടാനായിട്ട് വായിച്ച് വിടുക, നോട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് അങ്ങനെയൊന്നുമില്ല. നമ്മൾ തരുന്ന ഹാൻഡ് ഔട്ട്സുകൾ തന്നെ എന്ത് ചെയ്താൽ മതി, ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഇത് വായിക്കാൻ അല്ലെങ്കിൽ ഒരു ബേസ് ഉണ്ടാക്കാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ NCERTകളുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, NCERT എന്ന് പറയുന്നത് ഗവൺമെൻറ് ഉണ്ടാക്കുന്ന റിസോഴ്സ് മെറ്റീരിയലാണ്, ഒതൻറ്റിക് ആയിട്ടുള്ള സോഴ്സാണ്. മാത്രമല്ല കാലാകാലങ്ങളായിട്ട് NCERT പുസ്തകങ്ങളിൽ നിന്നും കൃത്യമായ ഒരു വിഹിതം ചോദ്യം പ്രിലിംസിനും മെയിൻസിനും ആവർത്തിച്ച് വരാറുണ്ട്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് അഥവാ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് തന്നെ പബ്ലിഷ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കുകൾ ആയതുകൊണ്ട് തന്നെ റെഫറൻസ് മെറ്റീരിയലായിട്ട് പലപ്പോഴും പല മത്സര പരീക്ഷകൾക്കും ഇതിനെ ഡയറക്റ്റ് ആയിട്ട് ആശ്രയിക്കാറുണ്ട് ഇത്തരം പരീക്ഷ നടത്തുന്ന ബോഡികൾ. അപ്പോൾ നമുക്ക് ആസ് എ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ അല്ലെങ്കിൽ ബേസിക് മെറ്റീരിയലായിട്ട് NCERT എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, കൃത്യമായി പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 8ാം ക്ലാസ് പഠിച്ചതാണ് ഇനി പഠിക്കേണ്ട എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ നിന്നിട്ടൊന്നും എന്ത് ചെയ്യില്ല, കാര്യമില്ല. മത്സര പരീക്ഷ ജയിക്കണം. പരീക്ഷയിൽ നമ്മൾ കയറണം എന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനുകളെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റണം. സ്വാഭാവികമായിട്ടും നമ്മുടെ ഫൗണ്ടേഷൻ പ്രോപ്പർ ആയിരിക്കണം, ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള വളരെയധികം അഡ്വാൻസ്ഡ് കോൺസെപ്റ്റ്സ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. സോ സോളിഡ് ഫൗണ്ടേഷൻ എന്താണ്, ഈ NCERT മസ്റ്റ് ആണ്. ഒരു ബേസും ഇല്ലാത്തവർ ഇത് വായിച്ചു തുടങ്ങാം. ഇനി അതിനുശേഷം പുതിയതായിട്ട് ഇറങ്ങിയ ഒരു NCERT ഉണ്ട്. പുതിയതായിട്ടെന്ന് പറയുമ്പോൾ 12ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കാണ്, ക്ലാസ് 12 ടെക്സ്റ്റ് ബുക്കാണ്. ഓക്കെ, 8th സ്റ്റാൻഡേർഡ് ആണ്, സോറി. സോ ക്ലാസ് 12ാം ക്ലാസ് NCERT ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി തീംസ് എന്ന് പറയുന്ന ഒരുപാട് തീമുകളാണ് ഇവിടെ എടുക്കുന്നത്. തീം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു സംഭവ വികാസത്തെ എടുത്ത് അവർ അനലൈസ് ചെയ്യാം. 1857 റിവോൾട്ട് ഇതിലൊരു തീമാണ്.
പാർട്ടീഷൻ, ഇന്ത്യൻ വിഭജനം, ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷൻ എന്ന് പറയുന്നത് വലിയൊരു തീമാണ്. അപ്പൊ അങ്ങനെ ക്രോഡീകരിച്ച അല്ലെങ്കിൽ ആ ക്രോണോളജി വെച്ച് സെറ്റ് ചെയ്ത പ്രധാനപ്പെട്ട തീമുകളാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് പുതിയ NCERT എന്ത് ചെയ്യുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതും വളരെയധികം എന്താണ് ഇമ്പോർട്ടൻറ്റ് റെഫറൻസ് മെറ്റീരിയലാണ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയെ അപേക്ഷിച്ച്. ഓക്കെ, ഇനി ഇതൊന്നും പോരാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓൾഡ് NCERT ഉണ്ട്, പഴയ NCERT ആണ്. അപ്പോൾ ഇപ്പോൾ അത് പബ്ലിഷ് NCERT ക്ലാസ് സ്റ്റാൻഡേർഡ് 12 എന്ത് ചെയ്യുന്നില്ല, അത് പഠിക്കാനായിട്ട് പറയുന്നില്ല. പക്ഷേ നമുക്ക് സിവിൽ സർവീസ് പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓൾഡ് NCERT ആണ് എന്ത് ബിപിൻ ചന്ദ്ര എന്ന് പറയുന്ന ഓതർ എഴുതിയ ബിപിൻ ചന്ദ്രയുടെ ദ ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ റെഫറൻസ് മെറ്റീരിയലാണ്. ഇത് ബേസ് നിങ്ങൾക്ക് ഒരു സോളിഡ് ഫൗണ്ടേഷൻ ഹിസ്റ്ററിയിൽ ഉണ്ടാക്കണം, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റുകൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. നിങ്ങളിത് വായിക്കാതെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയലിലേക്ക് UPSC മെറ്റീരിയലിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കുറേ അധികം ഗ്യാപ്പുകളുള്ള ഫൗണ്ടേഷൻ ആയിരിക്കും. ഇതൊന്നും ഫില്ലാവുണ്ടാവില്ല, ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് വരാം. ഇത് കൃത്യമായിട്ട് സ്ട്രക്ചർ ചെയ്ത, കൃത്യമായിട്ട് ടൈം ലൈൻ ക്രോണോളജി വെച്ച് ഫ്രെയിം ചെയ്ത, സിലബസ് വൈസ് ഫ്രെയിം ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളാണ്. മാത്രമല്ല ഈ ഏരിയകളിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇത് ഒതൻറ്റിക് ആയിട്ടുള്ള സോഴ്സാണ് NCERT എന്ന് പറയുന്നത്. ചെറിയ ക്ലാസ്സുകളാണെന്ന് പറഞ്ഞ കാര്യമില്ല, പക്ഷേ എത്ര UPSCയിൽ മെയിൻസിലും പ്രിലിംസിലും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം പലതും ഇതിന്ന് കൃത്യമായി വെയിറ്റേജ് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കാതെ പോകാൻ പറ്റത്തില്ല. അപ്പോൾ സോളിഡ് ആയിട്ടൊരു ബേസ് NCERT ഉണ്ടാക്കുക. ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കി, ഇപ്പം ഇത്തരം ബേസിസ് നമുക്ക് എന്ത് ചെയ്തു, ഒരു ഫൗണ്ടേഷൻ സ്ട്രോങ് ആയി ഹിസ്റ്ററിയിൽ എന്ന് വിചാരിക്കുക. ക്ലാസ്സുകൾ സമാന്തരമായിട്ട് ഇതിൻ്റെ കൂടെ പോകണം, അതിൻ്റെ കൂടെ തന്നെ ബേസും എന്ത് ചെയ്യണം, നമ്മൾ സ്ട്രോങ് ആക്കി എടുക്കണമല്ലോ. അപ്പോൾ എന്താണ്, അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ ബേസ് സെറ്റ് ചെയ്തെടുത്തു. ബേസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ നോക്കേണ്ടത് ഒരു സ്റ്റാൻഡേർഡ് ബുക്ക്. ഒരുപാട് ബുക്കുകൾ റെഫർ ചെയ്യുന്നതിന് പകരം ഒരു ബുക്ക് 10-20 തവണ വായിക്കുന്നതും അതിൽ എക്സ്പെർട്ടൈസ് ആക്കുന്നതും മാത്രമേ നമുക്ക് മെയിൻസിന് എഴുതാനായിട്ട് പറ്റുള്ളൂ. 10 പുസ്തകം കയ്യിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ അധികം നോക്കുന്ന സമയത്ത് മനുഷ്യ ബ്രെയിനിന് ലിമിറ്റേഷൻ ഉണ്ട്, നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. 150 വാക്കിൻ്റെ ഒരു ചോദ്യം എഴുതാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്ന് എടുക്കുന്നു പറഞ്ഞാൽ ആലോചിച്ച് വെറുതെ സമയം കളയും. അതിനുള്ള സമയമൊന്നും മെയിൻസിലില്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആകെ 7 മിനിറ്റാണ്. അപ്പോൾ അത് റിസോഴ്സ് എപ്പോഴും എന്ത് ചെയ്യുക, ലിമിറ്റ് ചെയ്യുക, ഫൈനൈറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നോക്കുക. അപ്പോൾ അതിൽ സ്റ്റാൻഡേർഡ് ബുക്ക് എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ, സ്പെക്ട്രം പബ്ലിക്കേഷൻസ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അപ്പോൾ ഇത് രാജീവ് അഹിർ എന്ന് പറയുന്ന ഒരു IPS ഓഫീസർ എഴുതിയ പുസ്തകമാണ്. അദ്ദേഹം പ്രോപ്പർ ഹിസ്റ്ററിയൻ അല്ല, പക്ഷേ ഇത് വൈഡ് വെറൈറ്റി ആയിട്ട് സിവിൽ സർവീസ് സർക്കിളുകളിൽ ഉപയോഗിക്കപ്പെടുന്ന പുസ്തകമാണ്, അല്ലെങ്കിൽ പ്രിഫർ ചെയ്യപ്പെടുന്ന പുസ്തകമാണ്. കാരണം സിവിൽ സർവീസ് ആസ്പെക്റ്റിൽ എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹിസ്റ്ററി പഠിക്കേണ്ടതെന്നും ഹിസ്റ്ററി എങ്ങനെയാണ് അതിനെ അടുക്കി വെച്ചിരിക്കുന്നതെന്നും ആ ടോപ്പിക്കുകൾ ഈ പുസ്തകത്തിൽ അടുക്കി വെച്ചിരിക്കുന്ന രീതി എല്ലാം ഹോളിസ്റ്റിക്കലി 100% സിവിൽ സർവീസ് എക്സാമിന് വേണ്ടതാണ് ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത് അതിന് വേണ്ടിയിട്ടാണ് വെൽ മെയ്ഡ് അല്ലെങ്കിൽ ക്രാഫ്റ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് മോർ ദാൻ സഫിഷ്യൻ്റ് ആണ്. സോ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ ബൈ സ്പെക്ട്രം പബ്ലിക്കേഷൻ സ്പെക്ട്രം ആണ്. അത് വളരെ മസ്റ്റാണ്. ഇതാവണം നിങ്ങളുടെ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. സോ മോഡേൺ ഇന്ത്യ ബൈ സ്പെക്ട്രം പബ്ലിക്കേഷൻസ്, ഓതർ രാജീവ് അഹിർ ഈസ് എൻ IPS ഓഫീസർ. സോ രാജീവ് അഹിറിൻ്റെ മോഡേൺ ഇന്ത്യ ഇതാണ് നിങ്ങളുടെ ബൈബിൾ ഫോർ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി. ബാക്കി എല്ലാ ബേസും നിങ്ങൾ വായിച്ച് തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിക്കേണ്ടത്, നിങ്ങൾ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്, ആവർത്തിച്ച് വായിക്കാൻ പോകുന്ന ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് എന്താണ്, ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ ബൈ സ്പെക്ട്രം പബ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, ഇത് സിവിൽ സർവീസിന് വേണ്ടി ഉണ്ടാക്കിയ പുസ്തകമായതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത നിങ്ങൾക്ക് കാണുന്നത് എന്താണ്, ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകം തുടങ്ങുന്നത് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ 1857 കലാപം മുതലാണ് ഈ പുസ്തകം തുടങ്ങുന്നത്. ഈ പുസ്തകം സിവിൽ സർവീസിൻ്റെ ആസ്പെക്റ്റിൽ എഴുതിയുണ്ടാക്കിയ പുസ്തകമല്ല. ഇത് പല കമ്പൈൻഡ് ആയിട്ട് എന്താണ് ഒരു എഡീഷൻ ആയിട്ടാണ് അറിയുന്നത്. കുറേ ഓതേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അസംബിൾ ചെയ്ത് അവരുടെ കോൺട്രിബ്യൂഷൻസ് വെച്ചിട്ടാണ് ഇത് ഫ്രെയിം ചെയ്യപ്പെട്ടിരിക്കുന്നത്. എസ്പെഷ്യലി മേജർ കോൺട്രിബ്യൂട്ടർ ബിപിൻ ചന്ദ്ര തന്നെയാണ്. പക്ഷേ ഇത് കുറച്ചുകൂടെ കണ്ടന്റ് റിച്ച് ആണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ പഠിച്ചതിന് ശേഷം വേറെ ഏതെങ്കിലും മെയിൻസ് ടോപ്പിക്കിലോ അല്ലെങ്കിൽ പ്രിലിംസ് ടോപ്പിക്കിലോ ഫർദർ വാല്യൂ എഡീഷൻ വേണമെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മെറ്റീരിയലിലേക്ക് പോവുക. അതിൻ്റെ പേര് ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്നാണ്. ഓക്കെ, സോ അതിലെ പ്രധാനപ്പെട്ട ഓതേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ബിപിൻ ചന്ദ്ര, മൃദുല മുഖർജി, ആദിത്യ മുഖർജി എന്നൊക്കെ പറയുന്ന ഹിസ്റ്റോറിയൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ പുസ്തകം ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സെഷനിൽ എന്താണ് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചത്. എന്തൊക്കെയാണ്, ഒന്ന് ബേസിക് റെഫറൻസ് മെറ്റീരിയൽസ് പഠിച്ചു, അതിൽ ഏതൊക്കെ NCERTs ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് പഠിച്ചു. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ബുക്ക് റെഫറൻസസ് ഏതൊക്കെയാണെന്ന് നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. ഓക്കെ, സോ ഇതാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഫോളോ ചെയ്യാനുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത്.
അടുത്തത് നമുക്ക് ഏതൊക്കെ ഏരിയാസ് ആണ് പ്രിലിംസിനും മെയിൻസിനും വരാന്നുള്ളത്, അതിന്റെ വെയിറ്റേജ് എന്തായിരിക്കും എന്നുള്ളതെല്ലാം നെക്സ്റ്റ് സെഷനിൽ നമുക്ക് നോക്കാം. താങ്ക് യു.